ബിയോണ്ട് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു സിൽക്കി കോട്ട സാരിയാണ്. ഇതിൻ്റെ സൈഡിൽ ബോർഡറാണ്, ഇങ്ങനെ ബോർഡർ വന്നിരിക്കുന്നു. നല്ല എംബ്രോയ്ഡറി വർക്കുമായിട്ടുള്ള തിക്കായിട്ട് തന്നെ ഈ വർക്ക് വന്നിരിക്കുന്നു. അതുപോലെ ഇതിൻ്റെ പല്ലു പോർഷനിൽ തിക്കായിട്ട് തന്നെ ഈ എംബ്രോയ്ഡറി വർക്ക് ഈ മൂന്ന് സൈഡിലും ഈ എംബ്രോയ്ഡറി വർക്ക് ഫുള്ളായിട്ടും വന്നിട്ടുണ്ട്. സൈഡിൽ ക്രോഷ്യോ ലേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതൊരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. അതിലൊരു പീച്ച് ഷെയ്ഡിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത്. പീച്ച്, അതുപോലെ ഓഫ് വൈറ്റ്, അങ്ങനെ പല ഷെയ്ഡ്സിലാണ് ഈ ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത്. അപ്പം ബാക്കി സൈഡ് ഫുള്ളായിട്ടും ഈ വർക്കുണ്ട്. ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ചെറിയ ചെറിയ സ്കാറ്റേർഡായിട്ട് എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. അതിൻ്റെ സൈഡിൽ ക്രോഷ്യോ ലേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ മറ്റ് കളേഴ്സ് നമുക്കാണെങ്കിൽ സിൽക്കി കോട്ടയുടെ ഒരു 2-3 ടൈപ്പ് ആണ് ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൻ്റെ റേറ്റ് 1185 ആണ്. ഇതതിൻ്റെ മറ്റൊരു ഷെയ്ഡാണ്. ഇതുണ്ടോ, സൈഡിൽ ഈ എംബ്രോയ്ഡറി വർക്ക് തിക്കായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. ഇടയിലൂടെ സ്കാറ്റേർഡായിട്ട് തന്നെ ഈ ഫ്ലവേഴ്സ് ഉണ്ട്. ഈ കളറിന് എല്ലാ കളറിനും കോമ്പിനേഷനായിട്ട് തന്നെ ഒരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. പീച്ച്, ഗ്രീന്, അതുപോലെ ഒരു വൈറ്റ്, അങ്ങനെയുള്ള ഷെയ്ഡിലാണ് ഈ വർക്ക് ഫുള്ള് വന്നിരിക്കുന്നത്. ഈ വർക്കെല്ലാം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന പോലെ തന്നെ രണ്ട് സൈഡിലും ഈ രണ്ട് സൈഡിലും ഇവിടം വരെ, മുകളിലത്തെ സൈഡിൽ ഇവിടം വരെ, നമ്മുടെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരെയും താഴ്ഭാഗം ഫുള്ളായിട്ടും ഈ വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ പല്ലുവിൽ ഭംഗിയായിട്ട് തന്നെ ഫുള്ളായിട്ടും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് വിടർത്താത്തത്. ഇനി ഇതിൻ്റെ മറ്റൊരു കളർ കാണാം. ഇതതിൻ്റെ മറ്റൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ വർക്ക് കണ്ടോ, ഒരു പീച്ച് ഷെയ്ഡ്, ഒരു ചെറുപയർ പച്ച, ഓഫ് വൈറ്റ് എന്നീ ഷെയ്ഡുകളിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഈ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്നു. അതുപോലെ സ്കാറ്റേർഡായിട്ടും ഈ വർക്ക് വന്നിട്ടുണ്ട്. ഇത് പല്ലുവിൻ്റെ പോർഷനിലും അതുപോലെ ലോവർ പോർഷനിലും അപ്പർ പോർഷനിൽ നമ്മുടെ ഈ ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ ഈ വർക്ക് വരുന്നുള്ളൂ. ബാക്കി ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. നമുക്കത് ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടും എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ വാഷബിളാണ് ഈ മെറ്റീരിയൽ. ഒത്തിരി ഭാരമൊന്നും ഉള്ളതല്ല, വെയ്റ്റ്ലെസ്സാണിത്. പിന്നെ ഇത് വെയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ ചുളുങ്ങി പോകുന്നൊരു മെറ്റീരിയലും അല്ല. ഇതിൻ്റെ റേറ്റ് 1185 ആണ്. ഇനി നമുക്ക് വേറെ ഷെയ്ഡുകൾ കാണാം. ഇത് സിൽക്കി കോട്ടയുടെ തന്നെ മറ്റൊരു ഷെയ്ഡാണ്. ഇത് ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്തതും കൂടിയാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ ഇതിൻ്റെ വീഡിയോ ഡിസൈൻ മാറ്റം ഉണ്ടായിരുന്നു. ഈ കളറിൽ ഈ വൈറ്റ് ഡിസൈനുമായിട്ട് ചെയ്തപ്പോൾ അന്ന് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു. എനിക്കത് ഈ കളർ തന്നെ കിട്ടിയില്ല. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞാനതിനെ ഒന്നുകൂടെ വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ പല്ലു പോർഷനാണ് ഈ വന്നിരിക്കുന്നത്. ഇത് പല്ലു പോർഷൻ. ഇത് ബോഡി ഭാഗത്ത് ഇത്രയും വരുന്നുണ്ട് ഈ വർക്ക്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇത് ഹാഫായിട്ട് തന്നെയാണ് ഈ വർക്ക് വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. ഉണ്ടോ, ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 990 ആണ്. ഇത് യെല്ലോയുടെ മറ്റൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ ഫ്ലവറിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. വൈറ്റ് തന്നെയാണ് ഫ്ലവർ വരുന്നത്. ഫ്ലവറിൽ മാത്രം ഡിസൈനിൽ മാറ്റം വരുന്നുള്ളൂ. അതുപോലെ ബോഡി പാർട്ട് ലോവർ പോർഷനിൽ ഫുള്ളായിട്ടും ഈ വർക്ക് വരുന്നുണ്ട്. പല്ലുവിലും ഫുള്ളായിട്ടുണ്ട്. ഇതിൻ്റെ വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ എൻഡിലും ക്രോഷ്യോ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റേറ്റ് 990 ആണ്.